വേറൊരു കാര്യം പറയാനാണ് വന്നത്. ഇപ്പം എൻ്റെ ചികിത്സ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് കീമോ കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത കീമോ മറ്റന്നാളാണ്. സോ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ ഇതിനു മുന്നേ പറഞ്ഞത് ഈ സമയത്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ കിട്ടിയ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് രേണുവിനടുത്ത് പുച്ഛമാണോ? ഈ ഭൂരിപക്ഷം ആൾക്കാരും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കുക. കാരണം എൻ്റെ അടുത്ത് പലരും സംസാരിക്കുന്നുണ്ട്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചൊരു കോളായിരുന്നു. അതായത് രേണുവിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അതേ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന മറ്റൊരു ക്യാൻസർ പേഷ്യൻറ്റ്. ഓക്കെ, ഈ പറയുന്ന അതേ ഹോസ്പിറ്റലിൽ അതേ ഡോക്ടർ, അതായത് രേണുവിനെ ട്രീറ്റ് ചെയ്യുന്ന അതേ ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്ന മറ്റൊരു പേഷ്യൻറ്റ് എന്നെ കോൺടാക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നി. ഈ രേണു കാണിക്കുന്ന പ്രവൃത്തികൾ ഇപ്പോൾ നാട്ടുകാർക്ക് വെറും പുച്ഛമാണ്. ഓക്കെ, ആദ്യമായിട്ടാണ് ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നാട്ടുകാർക്ക് വെറുപ്പും പുച്ഛവും തോന്നുന്ന ഒരു സിറ്റുവേഷൻ എത്തിയത്. കാണുമ്പോൾ വിഷമമുണ്ട്. രേണു, നീ ഇപ്പം ഈ ഡാൻസ് കളിക്കുന്ന പാട്ട് കളിക്കുന്നതൊന്നും അല്ല. നാട്ടുകാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ കണ്ട് നിന്റെ കോപ്രായങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ദേഷ്യമാണ്, വെറുപ്പാണ്. ആ ഒരു സെറ്റപ്പിലോട്ട് മാറി. നിന്നോട് ആദ്യം തോന്നിയൊരു സഹതാപം പോലും ഇല്ലാണ്ടായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നീ ആ കിച്ചുവിനിട്ട് കൊട്ടുകൊടുത്തതോടെ നാട്ടുകാർ നിനക്കെതിരെ തിരിഞ്ഞതാണ്. അതിന് പുറമെ ഇപ്പം ക്യാൻസർ പേഷ്യൻസ് ആണ് രംഗത്ത് വരുന്നത്. എന്നെ ഒരു പേഷ്യൻറ്റ് പേഴ്സണലി കോൺടാക്ട് ചെയ്ത് സംസാരിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെ വളരെയധികം ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ രേണുവിൻ്റെ അവസ്ഥ പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിൽ ദൈവത്തോടൊപ്പം പ്രാർത്ഥിച്ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കത്തില്ല. കാണിക്കുന്നത് മൊത്തം വെടല പരിപാടികൾ. തലേന്ന് മുടി വീഴുത് കാണിക്കുന്നു, ചിന്തൊക്കെ കാണിക്കണമെന്ന് ദൈവത്തിനറിയാം. ഇങ്ങനെയാണ് ഒരു പേഷ്യൻറ്റ് മുന്നോട്ട് പോവേണ്ടത്. ആഘോഷിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കും, കുഴപ്പമില്ല. പക്ഷെ തലേന്ന് മുടി വീഴുത ആൾക്കാരെ കാണിക്കുക. അടുത്ത് ഡോക്ടർ അടക്കം പറഞ്ഞിട്ടുണ്ട് ഫോണൊന്നും യൂസ് ചെയ്യില്ലെന്ന്. എന്നിട്ട് റീലും ഇട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ജീവിതത്തിലോട്ട് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമോ ബോധമൊന്നും ഇല്ലേ? നിങ്ങളെയൊക്കെ ആരാടെ കൺട്രോൾ ചെയ്യുന്ന? ആരാ നിങ്ങളെ നോക്കുന്നത് വീട്ടിൽ? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ഡോക്ടർ അടക്കം പറഞ്ഞിട്ടുണ്ട് ഫോൺ യൂസ് ചെയ്യില്ലെന്ന്. റീലും ഇട്ട് മറ്റേ നെഗറ്റീവ് കമന്റിന് റിപ്ലൈയും കൊടുത്ത് അങ്ങനെ ഇരിക്കുക എൻജോയ് ചെയ്തുകൊണ്ട്. എന്തുവാ ഇത്? എൻജോയ് ചെയ്യ്, നല്ലതാ. പക്ഷെ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അനുസരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. മണ്ടത്തരായി പണ്ടേ സ്കൂളിൻ്റെ വരാന്ത കണ്ടിട്ടില്ല. ഇപ്പോഴും കൂടെ നിൽക്കുന്നത് ഒന്നും നല്ലത് പറഞ്ഞു കൊടുക്കുക ഒരെണ്ണവും ഇല്ല. മണ്ടത്തരത്തിൻ്റെ ഒരു ഘോഷയാത്രയാണ് ജീവിതം. ഓക്കെ, ഞാൻ എഴുന്നേൽക്കുന്നു എന്നും കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു റീല്, പാട്ട്, ഡാൻസ്. എനിക്ക് വയ്യ. നല്ലതാ, കളിക്ക്. പാട്ടും ഡാൻസും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അതിന് പുറമേ കാണിക്കുന്ന കുറേ മണ്ടത്തരങ്ങളുണ്ട്. അതിലോട്ട് നമുക്ക് വരാം. ഓ, മറ്റവൻ പാടിയത് പാട്ട് മനസ്സിലായല്ലോ. പാടി ആ പാട്ട് അക്ബർ പാടിയത്. എടാ, ഈ ഒരു പാട്ട് പാടിയതിൻ്റെ ഇൻറ്റൻഷൻ എന്താ? നിനക്ക് പേഴ്സണലി കേൾക്കണമെങ്കിൽ ഓക്കെ അക്ബറെ, എനിക്ക് ആ പാട്ട് നീ ഒന്ന് പാടും, നിൻ്റെ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്ക് വേണമെങ്കിൽ കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ പേഴ്സണലി വിളിച്ച് പാട്ടും പാടി കേട്ടിട്ട് പോവാം. പക്ഷെ അവനെ വിട്ട് ഇങ്ങനൊരു പാട്ട് പാടിപ്പിച്ചത്, അതായത് സെൻറ്റിമെൻ്റ് സാധനം, അതിനെ BGM മീൻസ് ആ പാട്ടിനെ വെച്ചിട്ട് അഭിനയിച്ച് ഒന്ന് മനസ്സൊക്കെ ഒന്ന് കരയിക്കുന്ന പോലെ ആക്കി നാട്ടുകാരിലേക്ക് ഇടുന്നു. അതിന് പുറമെ അവനെ കൊണ്ട് കൊളാബ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവനത് പറഞ്ഞിട്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ അവനറിയാം അവൻ ഏറി കയറുന്നു. രേണു പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവനറിയാം അവൻ ഏറി കയറുന്നു. വേറെ ഒരു പാട്ടും പാടിപ്പിക്കാതെ ഈ പാട്ടിനെ പാടിപ്പിച്ചതിൻ്റെ റീസൺ അറിയത്തില്ല. ഇനി കേൾക്കാനുള്ള കൊതി കൊണ്ടാണെങ്കിൽ അവനെ വിളിച്ച് അയാളുടെ അക്ബർ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടുക, ഈ പാട്ട് എന്ന് പറഞ്ഞ് കേട്ടാൽ പോലെ. പക്ഷെ അങ്ങനെയല്ല. സോഷ്യൽ മീഡിയയിൽ മൊത്തം കോപ്രായങ്ങളാണ്. ഇത് ആരാണ് ഈ ഐഡിയ പറഞ്ഞു തരുന്നത്? രേണു, എനിക്കതാണ് അറിയാത്തത്. പാട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. കയ്യിൽ മറ്റേ ഒട്ടിപ്പും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. കാണട്ടെ, നാട്ടുകാരുടെ സഹതാപം കുറേ ഉണ്ടാവട്ടെ. അതുപോലെ ഇപ്പോൾ അത്യാവശ്യം ചികിത്സയ്ക്കും കാര്യങ്ങൾക്കൊക്കെ നല്ല പൈസ ആകും എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. എന്നാൽ ഈ രേണു ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പൈസ ചിലവൊന്നും ഇല്ലെന്നാണ് അറിയാൻ സാധിക്കുന്നുള്ള. പിന്നെ ക്യാൻസർ പേഷ്യൻസിന് 2 ലക്ഷം രൂപ എന്തോ ഇൻഷുറൻസ് എന്തോ കിട്ടും. അങ്ങനത്തെ എന്തൊക്കെയോ പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാരാണ് എന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണുവിനെ ട്രീറ്റ് ചെയ്യുന്ന അതേ ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്ന മറ്റൊരു പേഷ്യൻ്റാണ് എന്നോട് പറഞ്ഞത്. അപ്പം അങ്ങനെ കുറേ സ്കോപ്പുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പൈസയ്ക്കൊന്നും അധികം ചിലവ് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആദ്യം കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിലുള്ള കുറച്ച് ചിലവ്,
പിന്നെ അങ്ങനെ കുറച്ച് മെഡിസിൻ്റെ ചിലവൊക്കെ ഉള്ളൂ, അല്ലാണ്ട് ഒരുപാട് ചിലവില്ല. കീമോയ്ക്കൊന്നും അങ്ങനത്തെ ആ റേറ്റ് കൊടുക്കേണ്ടി വരുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. അറിയാമായിരുന്നെങ്കിൽ ഞാനത് സംസാരിക്കുമായിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് വയ്യാത്തതുകൊണ്ടൊന്ന് ഇറങ്ങി തിരിച്ച് അന്വേഷിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയിരുന്ന് പോകുന്നത്. രേണു പറ. കരയുന്നു. പെട്ടെന്ന് കരച്ചിൽ വന്നു. രേണുവോടെ നിർത്തുന്നു, റീലിടുന്നു. കാരണം ഒരുപാട് ഞാൻ മെൻ്റലി തളർന്നിട്ടാണ് ഇരിക്കുന്നതെന്ന് കാണിക്കുന്നതായിരിക്കും. രേണു ഓഫ് കോഴ്സ് മെൻ്റലി നീ ഡൗൺ ആണ്, അറിയാം. ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എല്ലാവരും ഡൗൺ ആകും. അതുപോലെ നീ ഡൗൺ ആവുന്നു. പക്ഷെ നീ കാണിക്കുന്ന കുറേ കാര്യങ്ങൾ നാട്ടുകാർക്ക് പ്രഹസനമായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനത്തെയൊക്കെ ഓരോ ഇത് കാണിക്കുമ്പോൾ നാട്ടുകാർ തന്നെ എന്നാ പറയും? ഓക്കെ, എന്നാ പറയും? നീ തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിക്ക്, കോമൺ സെൻസ് യൂസ് ചെയ്യും. ഇതിൻ്റെ ഇടയിൽ മെമ്പർഷിപ്പും മറ്റേ എടുത്തിട്ടിട്ടുണ്ട്. മെമ്പർഷിപ്പിൻ്റെയൊക്കെ നേരത്തെ 2000+ കിടന്ന് ഇപ്പോൾ 1500 സംതിങ്ങിലോട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, അത്രയും കുറഞ്ഞു. കാരണം അതിൻ്റെ അകത്ത് കണ്ടൻസ് ഒന്നും ഇടുന്നില്ല. മറ്റേ അൽക്കുലത്ത് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്ന കുറേ കാമക്കടുകൾ ഇട്ടിട്ട് പോയി എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഞാനിനി ഒരു കമൻറ്റ് വായിക്കാം. പണിയൊന്നുമില്ല, ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റായിപ്പോയി എന്ന് നിങ്ങൾക്ക് ദൈവം ജനനം തന്നത്. അതായത് രേണുവിന് ജനനം ദൈവം കൊടുത്തതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നാട്ടുകാർ അത്രയ്ക്ക് വെറുത്തിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, നമ്മൾ കുറച്ചൊന്ന് ഒതുങ്ങണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഒതുങ്ങിയാൽ നാട്ടുകാർ ഈ രീതിയിലൊന്നും പറയത്തില്ലായിരുന്നു. നീ കാണിക്കുന്ന ഓരോ വീഡിയോകളും കോപ്രായങ്ങളും കാണുമ്പോൾ നാട്ടുകാർ പിന്നെയും നിന്നെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ ഒന്നൊരു പൊടിക്ക് ഒതുങ്ങുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഓക്കെ, നിനക്ക് ലൈഫിലോട്ട് തിരിച്ചു വരണ്ടേ? തിരിച്ച് വന്നിട്ട് പഴയ അപരാധം കാണിക്കാതെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ അൽക്കുലത്ത് കോമഡി റീലുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ നിന്നെ ഊക്കാനെങ്കിലും അല്ലെങ്കിൽ ചിരിക്കാനെങ്കിലും ഇരിക്കും, അൽക്കുലത്തൊന്നും ചെയ്യാതിരുന്ന. ഓക്കെ, അല്ലാണ്ട് ഇപ്പം എടുത്തു ചാടി ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ച് ചുമ്മാ നാട്ടുകാരെ വായിലിരിക്കുന്നത് കേൾക്കണ്ട. ഇനി നമ്മളെ ഡയാന പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഡയാന അറിയാല്ല, ഡയാന പറ. വളരെ പേഴ്സണൽ ആയിട്ട് ഉള്ള ഒരു സംഗതിയാണ് അത്. രേണുവിന്റെ ഇഷ്ടപ്രകാരം രേണു ചെയ്യുന്ന രേണുവിന്റെ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു യൂട്യൂബ് ചാനലുള്ള സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, ഇപ്പോ നമ്മൾ പലരും സോഷ്യൽ മീഡിയ ബ്ലോഗേഴ്സ് എല്ലാവരും നമ്മുടെ ഡേ ടു ഡേ ഡെയിലി ലൈഫ് കണ്ടന്റ് ഒക്കെ ചെയ്യുന്നവരാണ്. ഒരു പോയിന്റില് രേണുവും കിച്ചും എല്ലാം ബ്ലോഗ്സ് ഒക്കെ തുടങ്ങിയ ആൾക്കാരാണ്. സ്വാഭാവികമായിട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ അവർ ഷെയർ ചെയ്യുന്നു. എത്രയോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്, നമുക്കറിയാമല്ലോ. അതിന്റെ ഭാഗമായിട്ട് അവർ വന്ന സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഷെയർ ചെയ്യുന്നു. അത് പ്രേക്ഷകരിലേക്കും ആസ്വാദകരിലേക്ക് എത്തുന്നു. ഇതിനൊക്കെ ഇത്രയധികം ന്യൂസും കാര്യങ്ങളും പോകാൻ അതെല്ലാവരും കാണുന്നു എന്നുള്ളതൊരു വലിയ തെളിവാണ്. ഓക്കെ, അതിനിപ്പോ എന്താ? ഒരുപാട് പേര് കാണുന്നുണ്ട്, ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിപ്പോ എന്താ? ഈ ഡെയിലി വ്ളോഗെന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് അപരാധം കാണിച്ചു കൂട്ടിയിട്ട് ഡെയിലി വ്ളോഗാണെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല. സീരിയസ്ലി, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. എന്ത് കോപ്രായം കാട്ടി കൂട്ടിയിട്ട് ഡെയിലി വ്ളോഗാണ്, അത് ഞങ്ങളുടെ വ്ളോഗ് എങ്ങനെയാണ്? ഇപ്പം വേറൊരു നന്ദു വ്ളോഗ് എന്ന് പറഞ്ഞൊരു നാറി, അവൻ്റെ തന്തയ്ക്കാണ് വിളിക്കേണ്ടത്. സ്വന്തം അമ്മയെ കരയിപ്പിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിട്ട് ഇപ്പം അവർ വന്നിട്ട് തിരിച്ച് ഉൾട്ടയടിച്ച് നമ്മളെല്ലാം കുറ്റക്കാരന്മാരായ പോലെ. ഇതൊക്കെയാണ് അവസ്ഥ. അവസാനം അവരടയും ചക്കരയാവും നമ്മൾ മൂഞ്ചി. എങ്ങനെയാണ് ഇത്? കാലാകാലമായിട്ട് സോഷ്യൽ മീഡിയ നടക്കുന്ന പരിപാടിയാണ്. ഓക്കെ, ഡയാന എന്തോ കാര്യമായിട്ട് ഉദ്ദേശിച്ചു, എനിക്ക് നേരെ ചോ മനസ്സിലായില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. ഇനി രേണുവിൻ്റെ കേസ്, അയ്യോ ഉറക്കം മറന്ന് സംസാരിക്കുമ്പോൾ അത് വിട്. നമുക്ക് നമ്മൾ ഈ വീഡിയോ കണ്ടല്ലോ, കീമോ തെറാപ്പി ചെയ്യുന്നതെന്ന് കൊണ്ട് അവളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രേണു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് ജസ്റ്റ് ഞാൻ എൻ്റെ കുറച്ച് ഭാഗം കാണിച്ചു തരാം. ഈ മുടിയൊക്കെ പൊഴുതു കളയുന്നു, മുടിയൊക്കെ ഇങ്ങനെ. എന്തിനാ ഇതൊക്കെ കാണിക്കുന്നത്? ഇതൊക്കെ ഉള്ളതാ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ അടുത്ത് ഇതാ തന്നെയാണ് എല്ലാ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പേഴ്സണലി വന്നിട്ട് പറയുകയാണ്. അതുപോലെ ഞങ്ങൾക്ക് ക്യാൻസർ ഉണ്ട്, അതുപോലെ ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്, ഇവരിത് എന്താ ഇങ്ങനെ കാണിക്കുന്നത്, ഇത് പ്രഹസനമായിട്ട് എന്നാണ് ആൾക്കാർ എന്നോട് വന്ന് പറയുന്നത്. ഞാൻ വെറുതെ കള്ളം പറയുന്നതല്ല. അങ്ങനെയുള്ള ഒരു ലേഡിയാണ്, അതായത് രേണുവിനെ ട്രീറ്റ് ചെയ്യുന്ന അതേ ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയും കൂടിയൊക്കെയാണ് എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഓക്കെ, അവരും ക്യാൻസർ പേഷ്യൻ്റാണ്. നമ്മളൊക്കെ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും എല്ലാം നമുക്കറിയാം. നമ്മൾ ഇമാതിരി പേക്കൂത്തുകളും കോപ്പറായങ്ങളും ഇതിനെന്തോ ഇതാക്കി ഈ ഒരു രീതിയിൽ കാണിച്ചുകൊണ്ട് നടക്കുകയല്ല ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. രേണു, എന്തിനാണ് നീ ഇമാതിരി മണ്ടത്തരങ്ങൾ കാണിക്കുന്നത്?
ഈ മുടി പുഴുത് കാണിക്കുക, എന്തോ 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 ഉദ്ദേശം എന്തുവാ? ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുവാ ഉദ്ദേശം. നീ എൻ്റെ ഈ മുടി മുഴുവൻ കളഞ്ഞ് ഈ സൈഡും കളഞ്ഞ് ഈ സൈഡും കളഞ്ഞ് മുടി വേണം കുട്ട, എൻ്റെ കീമോ കുട്ട, നീ എൻ്റെ മുടിയെല്ലാം കളയല്ലേ പൊന്നെ. ഇനി 10-ാം തീയതിയാണ് നീ ഇനിയും എൻ്റെ ദേഹത്തോട്ട് കയറുന്നത്, എൻ്റെ കീമോ മോൻ. എൻ്റെ ബാക്കി മുടിയും കൂടെ നീ കളഞ്ഞെന്നെ മൊട്ടച്ചിയാക്കുമെന്ന് എനിക്കറിയാം. എന്തുവാ ഇതൊക്കെ? എന്തുവാ നീ ഉദ്ദേശിക്കുന്നേ? എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ചോദിക്കും, എന്തുവാ ഉദ്ദേശിക്കുന്നേ? ഈ കീമോ എടുത്തു കഴിഞ്ഞാൽ ആദ്യം വലിയ പ്രശ്നം കാണത്തില്ല, 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് വീക്കാവും, ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ രേണുവിന് വെയിറ്റ് പോലും ഇല്ല, 35 കിലോ എങ്ങാണ്ടാണ് ഉള്ളതെന്ന്. ഇതൊക്കെ ഞാൻ അറിഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം ഞാൻ പല സോഴ്സിൽ നിന്നും പല കാര്യങ്ങളും അറിയും. അങ്ങനെ ഇതിപ്പം ഈ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഹെൽത്തൊക്കെ വീക്കായിട്ടുള്ള ആളാണ്. ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കിയിരുന്നു. മണ്ടത്തരങ്ങൾ കാണിക്കുക, നാട്ടുകാരെ വെറുപ്പ് സമ്പാദിച്ച് കൂട്ടാതെ. ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് നിൻ്റെ കോപ്രായങ്ങൾ കണ്ടിട്ട് അവർ പ്രതികരിക്കുകയാണ്, എന്നോടൊക്കെയാണോ എന്ന് പറയുന്നത്. അതുപോലെ നീ 10 പറയുന്നത് എന്തുവാ അയാൾ കാണിക്കുന്നത്? ഞാൻ എന്ത് പറയാനാ? പട്ടിയുടെ വാല് മറ്റേ കുഴലിലിട്ട് അത് വളഞ്ഞല്ലേ ഇരിക്കത്തുള്ളൂ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നന്നാവൂ? ആരോട് പറയാം ഇതൊക്കെ? കീമോ കുട്ട, വീണു ഒന്ന് ഒതുങ്ങിയിരിക്കുക. മീൻസ് നീ അയ്യോ വയ്യേ എന്ന് പറഞ്ഞിരിക്കണമെന്നല്ല പറയുന്നേ. ഇതുപോലത്തെ മണ്ടത്തരം പിടിച്ച റീലുകൾ ചെയ്യാണ്ടിരിക്കും. കീമോ കൂട്ട, ഇതൊക്കെ എന്തുവാ? അസുഖത്തെ കളിയാക്കുകയാണോ? അല്ലെങ്കിൽ ഞാൻ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നതാണോ? ക്യാൻസർ കോശങ്ങളെല്ലാം നീ കളയണം കേട്ടോ, എന്നാലേ ഞാൻ നിന്റെ അടുത്ത് ഇനി കൂട്ടു കൊടുക്കും. ഉള്ള കാര്യം ഞാൻ പറയണം. പിന്നെ ഇത് അനക്കാൻ വയ്യാത്ത വേദന, ഒരു രക്ഷയില്ല, വേദന എടുത്തിട്ട് വയ്യ. നീ ഒന്ന് വേഗം നിന്റെ ക്യാൻസറിനെയൊക്കെ ഒന്ന് കൊന്നു താ എൻ്റെ കീമോ കുട്ടാ. സത്യം പറയല്ലേ, എനിക്കിതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ വിഷമം വരുക. എനിക്ക് എന്തോ വല്ലായ്മ തോന്നുക, എൻ്റെ ബോഡി ഒരുമാതിരി വീക്കാവുക ഈ കയ്യിൽ ഇതൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ. സീരിയസ്ലി ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, ഞാൻ അതാണ് പെട്ടെന്ന് തിരിച്ചത്. എനിക്കതൊക്കെ കാണുമ്പോൾ എനിക്ക് തലവേദന എടുക്കുക. ഇതും ആരോഗ്യമൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ കയ്യിലിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഇളക്കി മാറ്റുമെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. വോട്ട് എവർ ഇറ്റ് ഈസ്, എന്തൊക്കെയായാലും ചെയ്യണം മണ്ടത്തരങ്ങൾ കാണിച്ച് വീണ്ടും നാട്ടുകാരെ ചീത്തകളി വാങ്ങിച്ച് വയ്ക്കാതെ, നല്ലതല്ല അത്. എനിക്ക് തലവേദന എടുക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ. കീമ വിളിക്കുന്നതാണ് എൻ്റെ മുത്തേ ചക്കര പൊന്നേന്നൊക്കെ. വേറൊരു വീഡിയോ എടുക്കുക. വേറൊരു കാര്യം പറയാൻ വന്നത്, ഇപ്പം എൻ്റെ ചികിത്സ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് കീമോ കഴിഞ്ഞതേ ഉള്ളൂ, അടുത്ത കീമോ മറ്റന്നാളാണ്. സോ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞത് ഈ സമയത്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ കിട്ടിയാൽ ഞാൻ ചെയ്യാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് സമയത്ത് ചെറിയ പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോവൊക്കെ എന്നൊക്കെ തള്ളി മറിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് റെസ്റ്റ് എടുക്കണം, പിന്നെ അതുപോലെ ഫോൺ യൂസ് ചെയ്യില്ല, ഇതെല്ലാം പറഞ്ഞിട്ടും ആ ട്രീറ്റ്മെൻറ്റ് വെറും പുല്ലുവല്ലേ നീ കൊടുക്കുന്നേ? എന്തുവാ കാണിക്കതേ? കാണിക്ക്. മാനേജറിനെ പറഞ്ഞു, പക്ഷേ ഡോക്ടേഴ്സ് ഇന്നലെ എനിക്കൊരു ഇനോഗ്രേഷൻ വന്നു, നാളെ ഒരു ഇനോഗ്രേഷൻ ഉള്ളതായിരുന്നു തൃശ്ശൂർ, പക്ഷേ ചെയ്യാൻ പറ്റില്ല, ഡോക്ടേഴ്സ് സമ്മതിക്കില്ല. അതങ്ങനെയാണ് കീമോതെറാപ്പി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഡോക്ടേഴ്സ് സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടോ? ഡോക്ടേഴ്സ് നിന്റെ പുറകെ 24 മണിക്കൂർ ഇരിക്കുന്നുണ്ടോ? അവർക്കൊന്നും വേറെ പണിയില്ലേ? നീ ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും, അവർ പറയുന്നൊന്നും കേൾക്കത്തുമില്ല. ഫോൺ ഉപയോഗിച്ച് എന്തൊക്കെ കാണിച്ച് കൂട്ടുന്നതെന്തോ. നീ വലിയ സെലിബ്രിറ്റി എന്നടേ, സമ്മതിച്ച്. ഓക്കെ, ചെയ്തുകൊണ്ടിരിക്കുമ്പം പ്രോഗ്രാം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ഇന്നലെയാണ് ഞാൻ അറിയുന്നത് സത്യം പറഞ്ഞാൽ. സോ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ റിക്കവറായിട്ട് വരുമ്പോൾ നിങ്ങൾ എനിക്കുള്ള പ്രോഗ്രാം കാര്യങ്ങളൊക്കെ തരുമെന്ന് വിശ്വസിക്കുന്നു. സോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നല്ല മനസ്സുകളുടെ സ്നേഹം, സന്തോഷം. താങ്ക് യു സോ മച്ച്. പ്രാർത്ഥനയിലൊക്കെ ഉണ്ട്, നിനക്ക് അസുഖം മാറട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പക്ഷെ അതുപോലും ജനങ്ങളിൽ നിന്നും ഇല്ലാണ്ടാക്കി കുറച്ചുകൊണ്ട് വരെയാണ് നീ ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ടത്തരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം മൊത്തം ഒരു ഘോഷയാത്രയാക്കി എടുത്തുകൊണ്ട് നടക്കുകയാണ്. മണ്ടത്തരങ്ങളുടെ ഘോഷയാത്ര. അതാ അടുത്ത ഡാൻസ് തുടങ്ങി, അത് നോക്കാം. ഇതെന്തുവാ? സൂപ്പർ, നല്ലതാ. ഇതുപോലൊക്കെ റീലൊക്കെ ഇട്ടോണ്ടിരിക്കും. ഫോൺ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞ ഡോക്ടർ ആണ്, ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇവളെ വിചാരിച്ചാണ് ഡോക്ടർ ഫോൺ ഇനി ഉപയോഗിക്കില്ലെന്നായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും റീലും എടുത്ത്. അറ്റ്ലീസ്റ്റ് കുറച്ച് ദിവസമെങ്കിലും റെസ്റ്റ് എടുക്കാൻ നോക്ക്.
അവസാനം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടറിനെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നാൽ മതി. ഡോക്ടർ ചികിത്സിച്ചില്ലെന്ന് നേരെ പറയുന്നതൊന്നും കേൾക്കത്തുമില്ല. റീൽ വിട്ടങ്ങ് ഇരിക്കുകയാണ്. നല്ലതാ ഡോക്ടർമാരൊക്കെ മറ്റേ വിലയല്ലേ കൊടുത്തോണ്ടിരിക്കുന്നത്. ഏത് വില? ഈ വില. കഴിഞ്ഞ ദിവസം രേണു വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണു വെച്ചിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അക്ബർ എനിക്ക് ഒരു പാട്ട് പാടി തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചി ഏത് പാട്ടാണ് വേണ്ടത് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു രാപ്പാടി എന്ന് പറയുന്ന പാട്ട് ആകാശദൂതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് കുറച്ചുകൂടെ പോസിറ്റീവായിട്ടൊരു പാട്ട് പാടാം ചേച്ചി, ഇപ്പോൾ ഹെൽത്ത് ഓക്കെ അല്ലല്ലോ, അപ്പോൾ ഇത് കേട്ടിന് സങ്കടമാവുമല്ലോ, സങ്കടപ്പാട്ടല്ലേ വേണ്ടത്, അതെൻ്റെ ഫേവറേറ്റ് സോങ് ആണ്, നീ തന്നെ പാടിത്തരണം പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി പാടുകയാണ്. ചേച്ചി കൊളാബ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറ്റിങ്ങ കൊളാബ് ചെയ്യണം. അപ്പോൾ ചേച്ചിക്ക് കൊളാബ് ചെയ്യാണ്. എന്തിനാ രേണു കൊളാബ് ചെയ്യണം? ആ പാട്ട് പാടണം, ആ പാട്ട് എന്നെ പാടണം. അത് പാടുമ്പോൾ കുറച്ച് സെഡ് BGM ഒക്കെ ഇട്ട് നാട്ടുകാരെ കാണിക്കാന്നാണ്. രേണു ഞാനൊരു കാര്യം പറയാം, നിന്റെ പഴയ ആ കുരുട്ട് ബുദ്ധിത്തനം, അതായത് കൊണച്ച ബുദ്ധിത്തനം, ആ വെളിത്തനം ഇനി ലൈഫിൽ കൊണ്ട് നടക്കാതെ നന്നാവാൻ നോക്ക്. ഒരു സൈഡിൽ കൂടി ബിഷപ്പിനെ ഇറക്കി കിച്ചുവിനെതിരായിട്ട് അടിച്ച് അങ്ങേര് പേരിൽ എന്തൊക്കെ നടക്കണമെന്ന് ഈ ചരിത്രത്തിൽ. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ചേച്ചി തിരിച്ചു വരണം. ചേച്ചിക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ പാട്ട് നന്നായിട്ട് പാടി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പാട്ട് തന്നെ പാടിച്ച് എന്തായാലും നല്ലത് പോട്ട്. ഏണോ മതിയാക്കുന്നു. പ്രത്യേകിച്ച് നിനക്കെതിരെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് നിൻ്റെ ഈ കോപ്രായങ്ങൾ കാണുമ്പോൾ അവർക്ക് ഇരിക്കപ്പുറത്തില്ല. സീരിയസ്ലി ഞാൻ ചുമ്മാ പറയുന്നില്ല, അവർക്ക് സമാധാനമില്ല നിൻ്റെ വീഡിയോ കണ്ട് എനിക്ക് എത്ര പേരെന്നറിയാമോ മെസ്സേജ് അയക്കുന്നത് നിരന്തരം. കുറച്ചോ നാളായിട്ട് എനിക്ക് വലിയ മെസ്സേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നിരന്തരം നിന്നെക്കുറിച്ച്, അത് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, ഏറ്റവും കൂടുതൽ. അതിലേക്ക് പ്രതികരിക്കണം. ഞാൻ ക്യാൻസർ പേഷ്യൻ്റാണ്, എനിക്ക് പറയാനുള്ള കേൾക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, എന്ത് പറയാൻ, ആരോട് പറയാൻ ഇതൊക്കെ? രേണു എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ്. ഞങ്ങളുടെ ഫ്രണ്ടാണ് രേണുവിന്റെ മാനേജർ കരിഷ്മയുടെ വീട്ടിൽ ഞങ്ങൾ പല സമയങ്ങളിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് ഞങ്ങളൊക്കെ നിന്നിട്ട് കൊയിലിന്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിരയുടെ കുളമ്പടി കേട്ടു, ജാസി മോനോ സുഖമാണോ മോനെ, എന്തൊക്കെയുണ്ട് വിശേഷം? കരിഷ്മ അല്ലേ? ഈ കരിഷ്മ ആരാ, എന്താ, എവിടെന്നാ, എപ്പോഴാ, എന്നൊക്കെ അറിയാവോ? ഞാൻ അറിയിക്കാം. ആ സമയത്തൊക്കെ കിച്ചു വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. രേണുസുതി പേയ്മെന്റ് അയച്ചു കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അത് ഇല്ലാന്ന് പറഞ്ഞാൽ അത് മോശമാണ്. ബാക്കിയുള്ള എല്ലാരും കൊതം കൊണ്ടാ കാണുന്ന, കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെന്ന്. ഇവിടെ എല്ലാരും കണ്ണുകൊണ്ട് ഇതിനെ കാണുന്ന, കൊതം കൊണ്ടല്ല കാണുന്ന. അത് ഞാൻ കണ്ട വ്യക്തിയാണ്. അതെനിക്കല്ല, പക്ഷെ രേണുസുതി ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേയില് ക്യാഷ് കൊടുക്കുന്നത് വളരെ വ്യക്തമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആണോ? നീ പോയി ക്യാഷ് കൊടു. കിച്ചുവിന് ഗൂഗിൾ പേയിൽ ക്യാഷ് അയച്ചു കൊടുക്കുന്നത് വ്യക്തമായിട്ട് കണ്ട് എന്ന് പറഞ്ഞു പോയി ക്യാഷ് കൊടു. ഇനി വേറൊരു അണ്ണൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡ്രാഗൺ അണ്ണൻ പറ. കിച്ചുവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് കിച്ചുവിനെ അന്നേരം ആര് കാണണം അവരാണ് കാര്യം. നമ്മൾ എത്ര സ്നേഹിച്ച് കൊണ്ടു കിടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ വന്ന് പുള്ളിക്കാരനെ കൊണ്ടുവന്ന ചിക്കൻസിൽ കൊണ്ട് ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് കൊണ്ടു കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അണ്ണൻ്റെ മടിയിലായിരുന്നു കിച്ചു വരുന്നത്. അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. എന്തായാലും പറ. അന്തറാസ് കുന്തറാസ് അതാണ് കിച്ചുവിന്റെ ഒരു ലൈൻ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കിച്ചുവിന്റെ ലൈൻ എന്ന് വെച്ചാൽ അന്നേരം കാണുന്നവരതാണ് കിച്ചുവിന്റെ കാര്യം. അത് ആരായാലും ഇപ്പൊ വീണയുടെ കൂടെ നിന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്നൊക്കെ പറയുന്നത് വീണ എന്റെ അമ്മയെക്കാട്ടി മേലിലാണ്, അതാണ് ഇതാണെന്നുള്ള രീതിയിലാണ് കിച്ചു സംസാരിക്കുന്നത്. നമ്മൾ കാണുന്നില്ലേ? പക്ഷെ രണ്ടുപേരും ഇണപരിയാത്തൊരു ഇത് കണക്കാണ്. പക്ഷെ ഇപ്പം പറയുന്നത് വീണ എനിക്ക് അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ വീട്ടിൽ അടികൾ കാര്യങ്ങളുണ്ട് ഇല്ലെന്ന് പറയാം. സൂചേട്ടനും വീണയും തമ്മിൽ നടക്കുന്ന കാര്യം അതൊരു അവസാന സമയത്ത് എല്ലാം നടക്കുന്നത് എന്ന് പറയുന്നത് രേണുമായിട്ടുള്ള വിഷയത്തിലെ കാര്യം. രേണുമായിട്ടുള്ള ചാറ്റ് വീണ കണ്ടുപിടിച്ച് മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്താണ് ഭയങ്കരമായിട്ട് കൊടുമ്പിരി കൊടുക്കുന്നത്. അതിനൊന്നും വെക്കെന്ന് പറഞ്ഞാൽ ഈ സൂചേട്ടൻ മാസം
ശാലിനിയുടെ വീട്ടിൽ പോകും, കുറച്ച് ഫണ്ട് കൊണ്ട് അവിടെ കൊടുക്കും. ഇതൊക്കെയായിരുന്നു വിഷയം. അണ്ണാ നല്ല മുതുക്ക് പ്രായമുണ്ടല്ലോ അണ്ണന്, കണ്ടാലേ അറിയാം നല്ല മുതുക്ക് പ്രായമുണ്ട്, എന്നെക്കാളും നല്ല പ്രായമുണ്ട് അണ്ണന്. ഇപ്പോഴും ആ കൊച്ചു പയ്യനെ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക വേറെ ജോലിയൊന്നുമില്ലേ? നല്ല മുതുക്ക് പ്രായമുണ്ട്. വയസ്സാം കാലത്ത് ആ പയ്യനെ കുറിച്ചിട്ട് വന്നിരുന്ന് അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാം കൂടി അവനെ അങ്ങ് തീർക്ക്. പറയാനുള്ളവരും ചെയ്യാനുള്ളവരും തീർക്കാനുള്ളവരും ഒക്കെ ആയിട്ട് അവനെ അങ്ങ് തീർക്ക്. അതോടെ അങ്ങ് സമാധാനമാവുമല്ലോ. എന്തായാലും രേണു, നിന്റെ പ്രഹസനങ്ങൾ കണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജ് ക്യാൻസർ പേഷ്യൻസ് ആണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇനിയെങ്കിലും കുറച്ചൊന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കും. റീലൊക്കെ ഇരുന്ന് ചെയ്. ഈ കയ്യിലെ ഇതും എടുത്ത് കാണിച്ച് സഹതാപത്തിന് വേണ്ടിയിട്ട് അടുത്തെൻ്റെ മുടി പോയി, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തിനാരെ കാണിക്കുന്ന ഇതൊക്കെ? കാണുമ്പോഴേ തലവേദന എടുക്കുക. സീരിയസ്ലി എടോ, നിന്റെ അവസ്ഥ നിനക്ക് തന്നെ അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. റിക്കവറായി വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കൈയെടുത്ത് കുമ്പിടാ. ആ കിച്ചുവിനെയും കുറ്റം പറഞ്ഞ് അവനെ ഇട്ട് കൊടുത്ത് പുണയടിച്ചുകൊണ്ടിരിക്കാണ്ട് നാളത്തെ സൂര്യോദയം കാണണമെന്നും ദൈവം അനുഗ്രഹിക്കണമെന്നും എനിക്ക് ഈ മാരക രോഗത്തിൽ നിന്നും ഒരു മോചനം തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കേട്ടാ. ആരോട് പറയാനിട ഇതൊക്കെ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ്. പുതിയ വീഡിയോ ഇടണം. ബൈ.